മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ മമ്മൂക്ക ഇന്നലെ പത്മഭൂഷൺ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് വളരെ സന്തോഷത്തോടെയാണ് നമ്മളെല്ലാവരും കണ്ടത്. പ്രത്യേകിച്ച് ലോക മലയാളികൾക്ക് അഭിമാനമായിട്ടുള്ളൊരു നേട്ടമാണ്. കഴിഞ്ഞ 50 വർഷമായി മലയാള സിനിമയിൽ അദ്ദേഹം ചെയ്യാത്ത വേഷങ്ങളില്ല. മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലെ വിവിധ ഭാഷകളിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് വൈകിയാണെങ്കിൽ പോലും മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു അതുല്യ നടന് ഈ ഒരു അംഗീകാരം വൈകി എത്തിയെങ്കിലും അതിനെ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിച്ചതല്ലേ. ഇതിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടങ്ങുന്ന ക്ഷണിക്കപ്പെട്ട കുറച്ച് വിശിഷ്ട അതിഥികൾ മാത്രമാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തത്. ഈ ഒരു അവാർഡ് മമ്മൂക്ക വാങ്ങുന്നതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിഭയും കൂടെ അവാർഡ് വാങ്ങിയിരുന്നു അല്ലേ, വെള്ളാപ്പള്ളി നടേശൻ ചേട്ടൻ എന്തിനാണ് ഈ അവാർഡ് കൊടുത്തതെന്ന് സത്യം പറഞ്ഞാൽ അവാർഡ് കൊടുത്തവർക്കും അറിയത്തില്ല, ഇത് വാങ്ങിച്ച ആൾക്കും അറിയത്തില്ല എനിക്കിത് എന്തിനാണ് തന്നതെന്നുള്ളത്. കാരണം അദ്ദേഹം ഈ സമൂഹത്തിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ സമുദായത്തിനോ എന്തെങ്കിലും സംഭാവനകൾ ചെയ്തതായിട്ട് നമുക്ക് എവിടെയും ഒരു അറിവില്ല അല്ലേ. എന്നാൽ പച്ച വർഗീയത പറയുന്നത് പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു മതത്തോട് അന്ധമായ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് നിരന്തരം നാഴികയ്ക്ക് 40 വട്ടം പച്ച വർഗീയത പറഞ്ഞുകൊണ്ടിരുന്ന ഈ മനുഷ്യനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത്. അത് ഇവിടുത്തെ അരിയാഹാരം നിന്ന് എല്ലാ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ 50 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനയ്ക്ക് കിട്ടിയ അവാർഡും നമ്മുടെ ചേട്ടച്ചാർക്ക് കിട്ടിയത് പലരും പറയുന്നത് ഇങ്ങനെയാണ്: നല്ല രീതിയിൽ മദ്യമുണ്ടാക്കി കാശുണ്ടാക്കിയ മദ്യമുതലാളിക്ക് കൊടുത്തിട്ടുള്ള ഒരു അംഗീകാരമാണ്. അത് ഇനി വരും മദ്യമുതലാളിമാർക്കും കൂടെ ഇത് കിട്ടാനായിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാക്കി കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. മമ്മൂക്ക ഇന്നലെ ഒരു അവാർഡ് വാങ്ങുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ആ ഒരു അവാർഡ് ഏറ്റുവാങ്ങിയത് അല്ലേ. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് മമ്മൂക്കയും അദ്ദേഹത്തിൻ്റെ കുടുംബവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുമായി നിൽക്കുന്ന ഒരു 4 ഫോട്ടോകൾ. അത് നമ്മുടെ മമ്മൂക്ക ഷെയർ ചെയ്തിട്ടുണ്ട്, ദുൽഖർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ചില ആളുകൾ വന്നിട്ട് ഇതിൻ്റെ താഴെ കമൻ്റ് ഇടുന്നുണ്ട്. ഇത് കണ്ടിട്ടൊന്നും നിങ്ങൾക്കാർക്കും ഒന്നും തോന്നുന്നില്ലേ, നിങ്ങൾക്ക് കുരു പൊട്ടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻ്റ് ഇടുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഒരാൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് കുരുവൊട്ടാനാണ്? രാഷ്ട്രീയപരമായിട്ട് ഈ ഒരു സംഘടനയോടും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോടൊക്കെ നമുക്ക് വിയോജിപ്പോ എതിർപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത്തരം രാജ്യം ഒരു ബഹുമതി നൽകി ആദരിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ മമ്മൂക്കായും ദുൽഖറും അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടന്മാർ പോയി കണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക ചാണകം ചവിട്ടി, മമ്മൂക്ക മറ്റേത് ചവിട്ടി, ദുൽഖർ അത് ചവിട്ടി, ദുൽഖറിൻ്റെ കൈ നമ്മുടെ നരേന്ദ്രമോദി പിടിച്ച് ഇങ്ങനെ ഞെക്കുന്നത് കണ്ടിട്ടൊന്നും നിങ്ങൾക്കൊന്നും തോന്നില്ലെന്ന് പറയുന്ന ഷണ്ടന്മാരോടും പൊട്ടന്മാരോടും പറയാനുള്ളത് കുത്തിത്തിരിപ്പുമായിട്ട് വരരുത്. അദ്ദേഹത്തിന് 50 വർഷം സിനിമയിൽ കിട്ടിയ ഒരു അംഗീകാരം അത് കൊടുത്തപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് വിയോജിപ്പുണ്ട്, രാഷ്ട്രീയപരമായി നമ്മൾ അതിനെ വിമർശിക്കുകയൊക്കെ ചെയ്യും, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് കണ്ടിട്ട് ആര് കമൻ്റ് ഇടാത്തത് കൊണ്ട് ലവന്മാർ വീണ്ടും കുത്തിത്തിരിപ്പുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മറുനാടൻ സാജൻ ചേട്ടൻ്റെ ഒരു വീഡിയോ ഇപ്പം വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. കണ്ടിട്ട് നമ്മുടെ ചേട്ടൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഈ ഒരു വാർത്ത നിങ്ങൾ തന്നെ പറയൂ. നമസ്കാരം. അനേകം ക്രിമിനൽ കേസിൽ പ്രതിയായ വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രപതിയിൽ നിന്നും പത്മഭൂഷൺ ഏറ്റുവാങ്ങുന്ന ദുരന്ത കാഴ്ച കാണേണ്ടി വന്ന നിരാശയിലായ കേരളീയ സമൂഹത്തിന് ആഹ്ലാദം നൽകുന്ന കാഴ്ചയായിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി പുഞ്ചിരിയോടുകൂടി ആ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഒരു അവാർഡ് രാജ്യം നൽകിയതല്ലേ, പോയി വാങ്ങിക്കോളാം എന്ന തരത്തിൽ ഒരു പുച്ഛഭാവത്തോടെ അല്ല, അല്ലെങ്കിൽ ഈ പുരസ്കാരമൊക്കെ എനിക്കെന്ത്, ഞാൻ അതിനേക്കാൾ വലുതാണ് എന്ന ഭാവത്തിലുമല്ല. നേരെ മറിച്ച് രാജ്യം തന്നെ അഭിനന്ദിച്ചതിലുള്ള എളിമ കലർന്ന വിനയം കലർന്ന ആവേശത്തിലും സ്നേഹത്തിലുമാണ് മമ്മൂട്ടി പോയി പുരസ്കാരം വാങ്ങിയത് എന്ന് ആ പുരസ്കാരം കൈപ്പറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി വ്യക്തമാക്കുന്നു. രാഷ്ട്രപതിയുടെ മുമ്പിൽ പുരസ്കാരം വാങ്ങിയതിനു ശേഷം വിനയാന്വിതനായി നിന്ന മമ്മൂട്ടിയുടെ ചിത്രത്തിൻ്റെ അടിക്കുറിപ്പായി അഞ്ജു പാർവതി പ്രബീഷ് 2 വരി എഴുതിയത് അതുകൊണ്ടാണ്. ഹൃദയത്തെ തൊട്ട ചിത്രം. രാജ്യം നൽകിയ ഉന്നത പുരസ്കാരം കൈമാറിയ നിമിഷം മാത്രമല്ല ചിത്രം. അധികാരത്തിൻ്റെ ഉന്നതിയിൽ ഇരുന്നാലും വിനയത്തിൻ്റെ ഭാഷ മറക്കാത്ത രാഷ്ട്രപതിയുടെ മഹത്വവും ജീവിതം മുഴുവൻ സമർപ്പണമായി മാറ്റിയ കലാകാരൻ്റെ നേട്ടവും ഒരേ ഫ്രെയിമിൽ പതിഞ്ഞ നിമിഷത്തെ പകർത്തിയ ചിത്രമാണിത്. ബഹുമതി സ്വീകരിക്കുന്ന കൈകളെ പോലെ തന്നെ അത് ആദരവോടെ നൽകിയ കൈകളും ചരിത്രത്തിൽ ഇടം നേടുന്നു. ഇത് ഓരോ മലയാളിക്കും അഭിമാന ചിത്രം. ഈ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കുക. രാജ്യം തനിക്ക് അർഹതപ്പെട്ട പുരസ്കാരം നൽകിയത് കൈപ്പറ്റിയപ്പോൾ അനുഭവിച്ച നിർവൃതിയും വിനയവും ആ കണ്ണുകളിലുണ്ട്. അല്പം തലകുനിഞ്ഞ് മമ്മൂട്ടി ഇത് അഭിമാനത്തോടെ ഏറ്റുവാങ്ങുമ്പോൾ രോഗാതുരമായ ഒരു കാലം അടുത്ത കാലത്ത് കടന്നുപോയതിൻ്റെ ആത്മവിശ്വാസവും കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെയാവാം ഈ ചടങ്ങിൻ സാക്ഷിയായിക്കൊണ്ട് മമ്മൂട്ടിയുടെ പ്രിയപുത്രൻ ദുൽഖർ
അവിടെ ഇരുന്ന് അറിയാതെ കൈയടിച്ചു പോയത്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട വളരെ അപൂർവം പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. മൊബൈൽ ഫോൺ പോലും കൈവശമെടുക്കാൻ അനുമതിയില്ല എന്നോർക്കണം. ആ സുരക്ഷാ പ്രോട്ടോകോളിനിടയിൽ കൈയടിക്കാൻ ആൾക്കൂട്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷെ തന്റെ ഉപ്പയുടെ നേട്ടം കണ്ട് കണ്ണു നിറഞ്ഞ് മനം നിറഞ്ഞ് ആ മകൻ കൈയടിച്ചപ്പോൾ അതും ചരിത്രത്തിന്റെ ഭാഗമായി. നിരവധി പ്രമുഖരാണ് ഇന്നലെ ഡൽഹിയിൽ പുരസ്കാരം വാങ്ങാൻ വേണ്ടി എത്തിയത്. മലയാളത്തിൽ നിന്ന് ജസ്റ്റിസ് KT തോമസ് പത്മഭൂഷണേക്കാൾ ഉയർന്ന പത്മവിഭൂഷണാണ് ഏറ്റുവാങ്ങിയത്. വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ഉണ്ടായിരുന്നു. ഇവരുടെ ആരുടെയും ചിത്രം പ്രധാനമന്ത്രി മോദി തന്റെ ഫേസ്ബുക്കിൽ ഇട്ടില്ല. പകരം മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫിയും മകൻ ദുൽഖറും മകൾ സുറുമിയും മരുമകൾ സൂഫിയയും പ്രധാനമന്ത്രിയെ കാണാൻ എത്തിയ ചിത്രമാണ് പുറത്തുവിട്ടത്. ഒരു ചിത്രമല്ല, 4 ചിത്രവും പ്രധാനമന്ത്രി തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചു. ഫേസ്ബുക്കിൽ അത് ഏതാണ്ട് 2 ലക്ഷത്തോളം പേരുടെ ലൈക്ക് നേടാൻ കാരണമായി. 5000-ലധികം ആളുകൾ അത് ഷെയർ ചെയ്തു. മോദിയുടെ ഫേസ്ബുക്ക് പേജിൽ സാധാരണ വരുന്ന ലൈക്കുകളുടെ 4 ഇരട്ടിയാണ് ഇത്. സാധാരണ പോസ്റ്റുകളുടെ കാര്യമാണ് പറഞ്ഞത്. സുപ്രധാനമായ കാര്യങ്ങൾക്ക് ലക്ഷക്കണക്കിന് ലൈക്ക് കിട്ടാറുണ്ട്. എന്ന് വെച്ചാൽ മോദിയും രാജ്യവും മമ്മൂട്ടിയുടെ ഈ പുരസ്കാരത്തെ മറ്റുള്ള പുരസ്കാരങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ ആദരിക്കുന്നു എന്നർത്ഥം. അപ്പോഴൊരു ചോദ്യം ബാക്കിയാവുന്നു. വെള്ളാപ്പള്ളി അടക്കം പ്രമുഖന്മാർ പലരും അവിടെ എത്തി ഈ പുരസ്കാരം വാങ്ങിയിട്ടും അവർക്കൊന്നും മോദിയെ കാണാൻ കഴിയാതെ വന്നപ്പോൾ എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് അതിന് സാധിച്ചത്? മമ്മൂട്ടി എന്ന കലാകാരനുള്ള ആദരവായി അത് വാഴ്ത്തപ്പെടുന്നു. അതുകൊണ്ടാണ് വിനോദ് കുമാർ ഇങ്ങനെ എഴുതിയത്: പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പത്മ അവാർഡ് വാങ്ങി പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് മാത്രമേ തിരിച്ചു പോകാവൂ എന്ന് നിയമമൊന്നുമില്ല. എന്നിട്ട് മമ്മൂട്ടി എന്തിനായിരിക്കും കുടുംബസമേതം മോദിയെ കാണാൻ പോയത്? സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മോദി ഗുരുവായൂരിൽ വന്നപ്പോൾ മമ്മൂട്ടി മോദിയെ തൊഴുതില്ല എന്ന് സംഘികളുടെ പരാതി തീർക്കുവാൻ മറ്റുമാണോ അത്? അതോ കണ്ടോടോ ഞങ്ങളുടെ മമ്മൂട്ടി നിങ്ങളുടെ മോദിയെ മൈൻഡ് പോലും ചെയ്തില്ല എന്ന് പറഞ്ഞ് ആഘോഷിച്ച സുഡുക്കൾക്കുള്ള മറുപടിയാണോ? ഇത്തരം ചോദ്യങ്ങൾക്ക് പോലും അവസരമൊരുക്കുന്ന തരത്തിലായിരുന്നു ആ പോസ്റ്റിംഗ് വന്നത്. BJP യുവ നേതാവായ യുവരാജ് ഗോകുൽ പറഞ്ഞത് ദുൽഖർ സൽമാന്റെ കയ്യിൽ ചേർത്ത് പിടിച്ച മോദിയുടെ കരുതലിനെ കുറിച്ചാണ്. എനിക്കിഷ്ടപ്പെട്ടത് ദുൽഖറിന്റെ കയ്യിലെ മോദിജിയുടെ പിടുത്തമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കുറിപ്പിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് ആവേശത്തോടു കൂടി പരതിയത് മമ്മൂട്ടി ഷെയർ ചെയ്തിരിക്കുന്ന ഈ ചിത്രങ്ങളുടെ അടിയിലെ കമന്റ് എന്താണ് എന്നറിയാനാണ്. മമ്മൂട്ടി മോദിയുടെ പോസ്റ്റ് ഷെയർ ചെയ്തത് മാത്രമല്ല, അതിനു മുൻപ് പുരസ്കാരം ഏറ്റുവാങ്ങിയതിന്റെ ചിത്രവും ഇട്ടു. മോദിയെ പോയി കണ്ടതിന്റെ ആവേശത്തോടെ ദുൽഖർ സൽമാനും തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ലക്ഷക്കണക്കിന് ലൈക്സും ഷെയറും ഒക്കെ എത്തിയ പോസ്റ്റുകളാണ് ഇത് രണ്ടും. ഈ പോസ്റ്റുകളുടെ അടിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചാണകത്തിൽ വീണു, ചാണകത്തിൽ ചവിട്ടി, മകന് പുരസ്കാരം കിട്ടാൻ വേണ്ടിയുള്ള അടവ്, പത്മഭൂഷണിലേ കിട്ടിയുള്ളൂ, ഇനി ഭാരതരത്നം വേണം തുടങ്ങിയ കമന്റുകളാണ്. അത്രമാത്രം മോദി വിരോധികൾ മമ്മൂട്ടി ഫാൻസിലുണ്ടെന്ന് ഓർക്കണം. മോദി വിരോധം തലയ്ക്ക് പിടിച്ച് എന്ത് വൃത്തികേടും പ്രചരിപ്പിക്കുന്ന വലിയൊരു വിഭാഗം. പക്ഷെ അതിശയത്തോടെ പറയട്ടെ, ഒരുത്തൻ പോലും ഇക്കുറി മോങ്ങാനെത്തിയില്ല. എല്ലാവരും വായടച്ച് വീട്ടിലിരിക്കുന്നു. വളരെ വിചിത്രമായ ഒരു പ്രതിഭാസമായി അതെനിക്ക് അനുഭവപ്പെടുന്നു. രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം വാങ്ങിയാലോ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടാലോ തെറി വിളിച്ച് ശീലിച്ചവർക്കൊക്കെ കാര്യം പിടികിട്ടിയതാണോ? അതോ ഇങ്ങനെ ചീത്ത വിളിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, മോദിയും സംഘപരിവാരും അവരുടെ പണി ഭംഗിയായി ചെയ്ത് മുമ്പോട്ട് പോകും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ? എന്തായാലും മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമായിരുന്നു മമ്മൂക്ക രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം വാങ്ങിയതും അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രിയെ പോയി കുടുംബസമേതം സന്ദർശിച്ചതും. മമ്മൂക്കയ്ക്കും കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ദീർഘായുസോടുകൂടി ഈ നാടിനെ ഇങ്ങനെ കലയുടെ പാരമ്യത്തിലേക്ക് എത്തിച്ച് സേവിക്കാൻ ഇനിയും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സാജൻ ചേട്ടൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലല്ലേ? ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഇതേ സാജൻ ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും അല്ലേ? മമ്മൂക്കാക്ക് അസുഖം വന്ന സമയത്തൊക്കെ. പിന്നെ ഈ പോസ്റ്റ് കണ്ടിട്ട് മമ്മൂട്ടി ഫാൻസുകാർക്ക് ആർക്കും കുരു പൊട്ടുന്നില്ല എന്നാണ് പറയുന്നത്. കമന്റ് അടക്കം വെച്ചുകൊണ്ട് ഇദ്ദേഹം പല പ്രാവശ്യവും വീഡിയോ ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ ആ കമന്റ് വെച്ചുകൊണ്ടല്ല ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഇട്ടിരിക്കുന്ന പോസ്റ്റിന് താഴെ ഏതാണ്ട് 3000-ഓളം വരുന്ന കമന്റുകളുണ്ട്. ഈ കമന്റുകളെല്ലാം ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു ബഹുമതി നൽകി ആദരിച്ചതിന് ശേഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കുടുംബസമേതം സന്ദർശിച്ചത് ഇവിടുത്തെ പല സംഘികൾക്കും സത്യത്തിൽ ഇത് സൂചിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം മമ്മൂക്ക എന്ന് പറഞ്ഞ നടൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കണ്ടതുകൊണ്ട് മമ്മൂക്ക ചാണകം ചവിട്ടിയെന്ന് ചിന്തിക്കുന്ന അത്രത്തോളം വിവരം കെട്ടവരല്ല ഈ രാജ്യത്തിന്. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇറങ്ങുന്ന ആളുകളെ ഒന്ന് തിരിച്ചറിയാൻ നമ്മുടെ ചേട്ടൻ നിഷ്കളങ്കനാണ്, സത്യസന്ധനാണ്. സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ മാത്രമേ പറയത്തുള്ളൂ. വീഡിയോ നമുക്ക് വീണ്ടും കാണാം.